ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തിനെതിരായിട്ടുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തേണ്ടിയില്ല. എന്നാൽ വർഗീയ പരാമർശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അത് തെറ്റാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞ് എന്നാൽ എല്ലാ കാര്യവും വർഗീയവാദ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അത് രണ്ടും ചേർന്ന് പരിശോധിക്കും. വെള്ളാപ്പള്ളിയുടെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഭാഷ സംസാരിക്കുന്നത് അല്ല, ആരെയും തള്ളിക്കളയേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഞാനീ പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് സമൂഹത്തിന് യോജിക്കാവുന്നതിനെ മുഴുവൻ യോജിക്കുക, അങ്ങനെ അല്ലാതെ തെറ്റായ നിലപാടുകളെ മുഴുവൻ ശക്തിയായ രീതിയിൽ എതിർക്കുക. ഇത് രണ്ടും ചേർന്നുകൊണ്ട് മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ പാടുള്ളൂ. ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയുള്ള സംഭവമേ ഇല്ല. കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കള്ളപ്രചരണത്തിന് ശക്തിയായ രീതിയിൽ പ്രതികരിക്കുന്നതിനെ തീരുമാനിച്ചത്. ഞങ്ങൾ ആദ്യം മുതലേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കയ്യാറും സംവിധാനത്തിന് CPIM ഇല്ല. ആ കാര്യം വളരെ വ്യക്തമാക്കിയതാണ് മുമ്പ് തന്നെ. ഇപ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുതിര കച്ചവടത്തിനില്ല ഒന്നും. അത് തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട കാര്യമൊന്നും CPIM-നില്ല. മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം എന്ന് പറഞ്ഞിരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിരന്തരം CPIയെ കുറിച്ചിട്ട് ചതിയൻ ചന്തു എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു റിപ്പോർട്ടറെ കുറിച്ചിട്ട് അദ്ദേഹം കൊടും തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ചോദിച്ച റിപ്പോർട്ടറെ തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ? അല്ല, അതിന് സംബന്ധിച്ച് ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന മതനിരപേക്ഷപരമായ ജനാധിപത്യപരമായ ഉള്ളടക്കത്തോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. അങ്ങനെ അല്ലാത്ത ഒന്നിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. അതാണ് കാര്യം. അദ്ദേഹം ഇപ്പം മറിച്ച് നേരത്തെ പറഞ്ഞത് അദ്ദേഹം ഒരു വർഗീയവാദി എന്ന് പറയാൻ പറ്റില്ല. 1-2 പ്രസ്താവന കൊണ്ട് അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹം അങ്ങനെ നിരന്തരം ഇത്തരം പ്രസ്താവന ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തിനെതിരായിട്ടുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തേണ്ടിയില്ല. എന്നാൽ വർഗീയ പരാമർശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അത് തെറ്റാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞ് എന്നാൽ എല്ലാ കാര്യവും വർഗീയവാദ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അത് രണ്ടും ചേർന്ന് പരിശോധിക്കും. വെള്ളാപ്പള്ളിയുടെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഭാഷ സംസാരിക്കുന്നത് അല്ല, ആരെയും തള്ളിക്കളയേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഞാനീ പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് സമൂഹത്തിന് യോജിക്കാവുന്നതിനെ മുഴുവൻ യോജിക്കുക, അങ്ങനെ അല്ലാതെ തെറ്റായ നിലപാടുകളെ മുഴുവൻ ശക്തിയായ രീതിയിൽ എതിർക്കുക. ഇത് രണ്ടും ചേർന്നുകൊണ്ട് മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരാളെ പിടിച്ച് പൂർണ്ണമായിട്ട് വർഗീയവാദിയാക്കുക, അത് വർഗീയവാദികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അവരോട് സന്ധിയില്ല. അല്ലാതെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളോട് അവരെടുക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിലെ ഒരു പ്രസ്താവന കൊണ്ട് ഒരാൾ വർഗീയവാദിയാണെന്നും അല്ലാതെ അയാളെ എല്ലാ കാലത്തും വർഗീയവാദിയല്ല, നേരെ മറിച്ച് മതനിരപേക്ഷവാദിയാണെന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും MV ഗോവിന്ദ മാഷ് ഇപ്പോൾ വന്ദേ ഭാരതത്തിന് പോകാൻ നിൽക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ട്രെയിനിലേക്ക് കയറാൻ നിൽക്കുക. എന്തായാലും വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായ നിലപാട് തങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ 1-2 പ്രസ്താവനകൾ കൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളിലേക്ക് തങ്ങൾ എത്തുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം T. അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.